മാർഗങ്ങൾ തുറന്നു തന്നിരിക്കുകയാണ്. ഇപ്പോൾ ബദർ ഹിലാലിയുടെ യാത്ര പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് നിങ്ങളെ അള്ളാഹു സഹായിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് അള്ളാഹു ഇൽമിന്റെ മാർഗത്തിൽ പുറപ്പെട്ടവരെ അവൻ സഹായിച്ചുകൊണ്ടിരിക്കും, അവൻ തുണച്ചുകൊണ്ടിരിക്കും. നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദീനിയായിട്ടുള്ള വിവരങ്ങൾ, അതാണ് വളരെ പ്രധാനം. എല്ലാ വിദ്യാഭ്യാസത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ദീനീ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. ഖുർആൻ, ഹദീസ് തുടങ്ങിയിട്ടുള്ള ദീനീ വിജ്ഞാനങ്ങൾ അത് അറിവുകളുടെ അറിവാണ്. മറ്ററിവുകളുടെ പ്രാധാന്യം കുറക്കുന്നില്ലെങ്കിലും ഈ അറിവുകളാണ് നമ്മുടെ ദൈശനികമായിട്ടുള്ള ഉന്നമനത്തിന് സഹായിക്കുന്നതും നമ്മളെ അള്ളാഹുവിനോട് അടുപ്പിക്കുന്നതും. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അവസാനമായി നമ്മുടെ സഹോദരൻ ബദർ ഹിലാൽ എന്ന് പറയുന്ന മഹാനവർകൾ $1000 ഈ $1 ലക്ഷം ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്ത കാര്യം നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ربيع قلوب مسلمي كارلا، روح الحركات الدينية والسياسية، مأوى الآلاف البشرية، رئيس هذا المركز الكبير ورئيس رابطة المسلمين فضيلة السيد حيدر علي شهاب يتفضل برئاسة هذا الحفل الكبير. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا وحبيبنا محمد وآله وصحبه أجمعين. وبعد، سماحة الضيف الكبير المستشار الشيخ العالم العلامة السيد علي عبد الرحمن الهاشمي طول الله عمره، وفريضة أكبادنا سعادة بطمشري يوسف علي صاحب، وزعيمنا الروحي سعادة الشيخ سي كويكوتي مسلير رئيس جمعية العلماء بعموم كيرلا، ومعالي الوزير كناركوتي صاحب، ومعالي الوزير عبد الرب صاحب، وسعادة الشيخ بدر فارس الهلالي، وسعادة الشيخ صالح علي عبد الله، والدات عبد الكريم علوي، ومرافقه وأعضاء المجلس التشريعي وأعضاء جمعية العلماء ورجالات الدين وكبار الشخصيات الإسلامية والحضار الإخوة والأخوات، سيما حبيب الجماهير وخطيب الولاية الحافظ أحمد كبير باقوي، وسادات സമാദരണീയരായ നേതാക്കൾ, സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മറ്റ് ഇവിടെയുള്ള സഹോദരന്മാരെ, വാർത്താമാധ്യമ പ്രവർത്തകരെ, വിദ്യാർത്ഥികൾ, പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം وعلم الأسماء كلها وعلم آدم الأسماء كلها العلماء ورثة الأنبياء العلم حياة الإسلام وعماد الدين. ഇങ്ങനെയുള്ള മഹത്തായ വാക്യങ്ങൾ ഇൽമിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മഹത്വത്തെ നമ്മെ പഠിപ്പിക്കുകയാണ്. 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രമാണ് വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ എന്ന നമ്മുടെ സ്ഥാപനത്തിന് പറയാനുള്ളത്. മനോഹരമായി ക്യാമ്പസിൽ അറിവിൻ്റെ വിവിധ കവാടങ്ങൾ തുറന്നിടാനും പ്രഗത്ഭരായ പലരെയും കേരളീയ മുസ്ലിം മുഖ്യധാരയിലേക്ക് സംഭാവന നൽകാനും ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഊർജ്ജവും പരിഷ്കൃതവുമായ ഒരു വിദ്യാഭ്യാസ ചിന്തയാണ് ഈ മഹത്തായ സ്ഥാപനം കേരളീയ സമൂഹത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നിസ്വാർത്ഥരായ വളരെയധികം നമ്മുടെ മഹാന്മാരായ ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അവർക്ക് അള്ളാഹു മർഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. പല മഹാന്മാരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ മർക്കസിൻ്റെ സ്ഥാപക നിഷ്കളങ്കനും സ്വാത്വികനുമായിരുന്ന സമസ്തയുടെ മുൻ പ്രസിഡന്റ് കെ അബൂബക്കർ ഹസ്രത്ത് റഹ്മഹുല്ല, അതുപോലെ തന്നെ മരണം വരെ മർക്കസിൻ്റെ പ്രസിഡന്റായിരുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സെക്രട്ടറി ആയിരുന്ന മർഹൂം KT കുഞ്ഞുട്ടി ഹാജി തുടങ്ങിയ ധാരാളം ഉലമാക്കൾ, ഉമറാക്കൾ, അവർക്ക് അല്ലാഹു മർഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. ഇവിടെ നടന്നത് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് വേണ്ടി നിർമ്മിച്ച ശിഹാബ് തങ്ങൾ
മെമ്മോറിയൽ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മമാണ്. മതവും ശാസ്ത്രവും സമന്വയിപ്പിച്ച ചരിത്രമാണ് മുസ്ലിം സമൂഹത്തിന് പറയാനുള്ളത്. നവോത്കർഷത്തിന്റെ കഥ പറയുന്ന സ്പെയിനും കൊർദോബയുമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ വിദ്യാപീഠങ്ങളെയും അവ സൃഷ്ടിച്ച വിപ്ലവങ്ങളെയും കുറിച്ചാണ്. അതേപോലെ തന്നെ മഹാനായ നമ്മുടെ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ദർസ് ആരംഭിച്ചു. അതുപോലെ തന്നെ പലയിടങ്ങളിലും നമ്മുടെ സ്പെയിനിലും അതുപോലെ തന്നെ ഈജിപ്തിലും കൈറോയുമെല്ലാം തന്നെ ദർസ് ആരംഭിച്ചുകൊണ്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റിയായ ചരിത്രമാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ സമ്പത്ത് വീണ്ടെടുക്കുവാൻ വേണ്ടി നാം ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മഹാനവറുകൾ $1,00,000 ഇവിടെ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹു അതിനർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. $1,00,000 എന്ന് പറയുമ്പോൾ നമ്മുടെ 55 ലക്ഷത്തിൽ പരം രൂപയാണ്. രാജാതിരാജനായ നാഥ അവനെ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഒന്നിരായ യൂസുഫ് അലി സാഹിബിന്റെ പിതാവിന്റെ പേരിൽ നിർമ്മിക്കപ്പെടുന്ന ഈ സ്ഥാപനം നമ്മുടെ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്കും രക്ഷിതാവിനെ പൊറുക്കണേ തമ്പുരാനെ. ഇവിടെ തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ കെട്ടിടമാണ് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന്റെ വന്യരായ പിതാവിന്റെ പേരിൽ നാം നിർമ്മിക്കും. രാജാതിരാജനായ നാഥൻ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ്, പ്രവാസി ഭാരതീയ സമാജ നേതാവ്, മർക്കസിന്റെ വളർച്ചയിൽ തടലായി നിലകൊള്ളുന്ന പി ബാവ ഹാജിക്ക് മർക്കസ് മാനേജ് കമ്മിറ്റി നൽകുന്ന പുരസ്കാരം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നൽകുന്നു. പ്രവാസിയുടെ ഹൃദയാന്തരങ്ങളിൽ പ്രതീക്ഷയുടെ പുതുനാമങ്ങൾ വിരിയിച്ച, കാരുണ്യത്തിന്റെ മനുഷ്യ സ്പർശം സ്നേഹാന്തരങ്ങളായി ചൊരിച്ച, മലയാളിയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകെത്തിയ ഇന്ത്യൻ പ്രവാസിയുടെ അനുഗ്രഹീതനായ അംബാസിഡർ പത്മശ്രീ യൂസുഫ് അലി സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസ്വാജിഹി ദുരിയാത്തി വഅഹ്ലി ബൈത്ത് കുൽ അസ്ഹാബത്തിൽ അജ്മഈൻ. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, UAE പ്രസിഡന്റിൻ്റെ ഉപദേശകൻ ഷെയ്ഖ് അലി അൽ ഹാഷിമി അവർകളെ, എൻ്റെ സുഹൃത്തും സഹോദരനും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ, ഇവിടെ പരിശുദ്ധ ഹാഫിളുൽ ഖുർആൻ കോളേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ $1,00,000 ഇപ്പോൾ ഇവിടെ സംഭാവന ചെയ്ത എൻ്റെ സുഹൃത്ത്, UAE പ്രമുഖ അറബി വ്യവസായ പുകവൻ എൻ്റെ സുഹൃത്ത് അബു അഹമ്മദ് അവർകൾ, അദ്ദേഹം UAE ഏറ്റവും വലിയ കോൺട്രാക്റ്റിംഗ് കമ്പനി, ഏറ്റവും വലിയ ക്ലീനിങ് കമ്പനി, അങ്ങനത്തെ പല കമ്പനികളുടെയും ഓണറാണ് അദ്ദേഹം, എൻ്റെ സുഹൃത്താണ്. മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് ഒരുപാട് ആലിമീങ്ങളുടെ സദസ്സാണ്, വേദിയാണ്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ്, അതുകൂടാതെ പ്രവാസി ഭാരതീയ പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് ഏറ്റുവാങ്ങിയ എൻ്റെ സുഹൃത്ത് ബാബ ഹാജി, ബഹുമാനപ്പെട്ട സയ്യിദ് അലി മുസ്ലിയാർ, അങ്ങനെ ഒരുപാട്, മുനവർ അലി ശിഹാബ് തങ്ങൾ, ബഷീർ അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരും സാദാത്തുക്കളും അടങ്ങിയ ഒരു വേദിയാണ്. സദസ്സിലും ഒരുപാട് പണ്ഡിതന്മാരും പണ്ഡിത വരേണ്യരും അതോടൊപ്പം തന്നെ മുതഅല്ലിമീങ്ങളും ഇരിക്കുന്ന ഒരു സദസ്സാണിത്. ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതുകൂടാതെ ഇവിടെ 2-3 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ഒരു കോളേജിൻ്റെ ഇനാഗുറേഷൻ അത് നടന്നു. UAE ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റിൻ്റെ സഹോദരനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അവർകൾ ഈ സ്ഥാപനത്തിന് PG ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി $1,00,000, അതായത് 55 ലക്ഷം റുപ്യ അവിടെ നിന്ന് അയച്ചു കൊടുത്തു.
അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. എൻ്റെ കരളിൻ്റെ കഷ്ണമായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ ഫൗണ്ടേഷൻ സ്റ്റോൺ, അതായത് ഇതിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച ഒരു ഓഡിറ്റോറിയം ഇതുവരെയും ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഹംസക്കുട്ടി മുസ്ലിയാർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ നാമധേയത്തിൽ ആ ഓഡിറ്റോറിയം പൂർത്തീകരിക്കാൻ, പണി ആരംഭിക്കാൻ ഞാൻ പറയുകയും അതിനുവേണ്ടി എന്ത് ചെലവാകുന്നു അത് ഞാൻ കൊടുക്കാം എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുകയും ഉണ്ടായി. ആയതുകൊണ്ട് ആ വാഗ്ദത്തം ഞാൻ നിർവഹിക്കുകയാണ്. അതിനുള്ള ആദ്യ ഗഡുവായി 50 ലക്ഷം ഉറുപ്പിക തന്നെ ഞാൻ കൊടുക്കുന്നതാണ്. ഇന്നിവിടെ അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ 2 കാര്യം ഉടനെ നടത്തി അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ 2 ആളും വേണമെന്നാണ് എൻ്റെ സുഹൃത്ത് അബു അഹമ്മദ് ഈസ് റിക്വസ്റ്റിംഗ് മീ ദാറ്റ് യു ഷുഡ് കംപ്ലീറ്റ് ദീസ് 2 projects ടുഗദർ ആൻഡ് വി വിൽ കം ഫോർ ദി ഇനാഗുറേഷൻ. ഒന്ന് ഹാഫിളുൽ ഖുർആൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കോളേജ്, ഒന്ന് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഓഡിറ്റോറിയം. അത് രണ്ടും ഹംസക്കുട്ടി മുസ്ലിയാർക്ക് ഈ പ്രായത്തിൽ ഓടിയിടുന്നത് മുഴുവൻ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എങ്കിലും ഉടൻ തന്നെ ആ പണികൾ ആരംഭിക്കുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ, നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി ആരംഭിക്കുകയും അത് ക്വാളിറ്റിയിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ സാന്ദർഭികമായി അപേക്ഷിക്കുകയാണ്. മറ്റെല്ലാവരുടെയും സഹകരണം അതിനുണ്ടാകണമെന്ന്. ഇന്ന് നമ്മുടെ സമൂഹവും വളരെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ വരുന്ന തലമുറയെ രാജ്യസ്നേഹികളും കുടുംബസ്നേഹികളും അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ഉതകുന്ന രീതിയിലുള്ള ഭാവി പൗരന്മാരെ വാർത്തെടുക്കേണ്ട ചുമതലയും ബാധ്യതയും, പൗരന്മാരെ എന്ന എല്ലാ ഭാവി യുവാക്കളെയും യുവതികളെയും വാർത്തെടുക്കേണ്ട ചുമതലയും ബാധ്യതയും പണ്ഡിതന്മാരുടെ കയ്യിലാണെന്നുറച്ച് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. ആ പണ്ഡിതന്മാർ ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. ഈ അടുത്ത ദിവസം ഒരു പണ്ഡിതൻ എന്നെ കാണാൻ എൻ്റെ ഓഫീസിൻ്റെ താഴത്ത് വന്നു എന്ന് പറഞ്ഞ്, ഞാൻ ഏത് പണ്ഡിതന്മാർ വന്നാലും ഞാൻ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ഓഫീസിൽ നിൻ്റെ പുറത്ത് വന്ന് സ്വീകരിക്കുക, അതാണ് എൻ്റെ ഇവിടുത്തെ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം. അതെന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്തതാണ് ഇന്ന് സമൂഹത്തിന് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അപകടമെന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. അങ്ങനെ ആ പണ്ഡിതൻ വന്നു, എൻ്റെ അരികെ ഇരുന്നു. ഞാൻ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന് ചെവിട് ശരിക്ക് കേൾക്കുന്നില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസം, കണ്ണ് കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് ആയുസ് ഈ സമുദായത്തെയും സമൂഹത്തെയും ഇനിയും സേവിക്കാനും ഈ പ്രായത്തിലും ഓടി നടന്നൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാനുള്ള അശ്രാന്ത പരിശ്രമം അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മന്നോ അമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഖിലൂൻ. നിനക്ക് ഞാൻ ആയുസ് നീട്ടിത്തരികയായിരുന്നെങ്കിൽ നീ അംഗവൈകല്യം സംഭവിച്ചവനായി ജീവിക്കുമായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ ഉമ്മിയായ പ്രവാചകനിലൂടെ അള്ളാഹു നമ്മളെ കേൾപ്പിച്ച ആയത്ത്, നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്. നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂടെ തരികയാണെങ്കിൽ, നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ അംഗവൈകല്യം സംഭവിച്ചവരായി ജീവിക്കുമായിരുന്നു. പണ്ഡിതന്മാരുടെ സദസ്സാണ്. കണ്ണ് കാണില്ല, ചെവിട് കേൾക്കില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞപ്പോൾ അതിന് മായന താരീഫ്, അദ്ദേഹം കണ്ണേത്ത് ഉസ്താദിൻ്റെ താരീഫോട് കൂടിയിട്ടാണത് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി റിസർച്ച് തന്നെ ചെയ്യാൻ മുതല്ലിമീങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. നിങ്ങൾ പഠിക്കുക. അതുകൂടാതെ പണ്ഡിതന്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നമ്മുടെ ഭാവി തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിക്കണമെന്നുള്ള അഭിപ്രായമാണ്. അത് ഏത് നിലയ്ക്കാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഒന്നിലും പെട്ട ആളല്ലാത്തതുകൊണ്ട് പറയാം. ഞാൻ എല്ലാ ഭാഗത്തും പോകും, എല്ലാ സ്ഥലത്തും പോകും. ഇന്നലെയും പോയി, ഇന്നും പോകും, നാളെയും പോകും. അതെൻ്റെ വ്യക്തിത്വവും എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയുമാണെന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ ഞാൻ വരാമെന്നേറ്റതാണ്. പക്ഷേ അവിടെ എവിടെയും പോകുന്ന ആളുകളെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ വരാഞ്ഞത്, സത്യസന്ധമായിട്ട് പറയാമല്ലോ. അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും
വിശാലമായ മനസ്ഥിതി കാണിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും ഔദാര്യത്തിനും ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ്. ഞാനിവിടെ വന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കളടക്കമുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറ വെളിച്ചമായി കൊടുക്കട്ടെ. ആമീൻ. അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. ആമീൻ എന്നുകൂടി നിങ്ങളെപ്പോഴും എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നസീഹത്ത് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അലി അൽ ഹാഷിമി ഇന്ന് അറബ് ലോകം കണ്ട, മുസ്ലിം ലോകം കണ്ട ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽ അതിവിശിഷ്ടനായ വ്യക്തിയാണ് ഷേഖ് അലി അൽ ഹാഷിമി. അദ്ദേഹം ഷേഖ് അൽ അസ്ഹറുമായി നാളെ മീറ്റിംഗാണ്, അത് ഉപേക്ഷിച്ചാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വന്നത്. കാരണം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ ഏൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം അത് നിർവഹിക്കാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിനു ആരോഗ്യത്തോടുകൂടി ആയുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിന് സഹായം ചെയ്ത ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും പ്രമുഖ വ്യാപാരി വ്യവസായിയുമായ അബു അഹമ്മദിന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും അതിലുള്ള ഗുണം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം ഇവിടെ സംഭാവന ചെയ്ത ജാരിയായൊരു സദഖയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹം UAE വരുമ്പോഴൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടു. ഞാൻ പല ഭരണാധികാരികളുടെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹുമാനവും സ്നേഹവും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം അദ്ദേഹം കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാവായി ലോകം തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും അള്ളാഹു ആരോഗ്യത്തോടുകൂടി ആയുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസ് ക്യാമ്പസിൽ തന്റെ വന്ധ്യപിതാവിന്റെ സ്മരണക്കായി ഓഡിറ്റോറിയം ഞങ്ങൾക്ക് സമ്മാനിച്ച MA യൂസുഫ് അലി സാഹിബ് അവർകളോട് മനസ്സു നിറയെ സ്നേഹവും കൽബകം നിറയെ പ്രാർത്ഥനയും ഹൃദയത്തിൽ ഒരു കുടുംബനാഥന്റെ സ്ഥാനവും പകരം തരാം. മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച MA യൂസുഫ് അലി സാഹിബിന് ഹൃദയാഭിവാദ്യങ്ങൾ. أدعو صاحب اليد الطولى في الخدمات الدينية والعلمية والثقافية خادم القرآن والسنة ضيفنا الكبير فضيلة الشيخ بدر فارس الهلالي الذي وعدنا بالتبرع لبناء كلية تحفيظ القرآن الكريم لهذا المركز. يتفضل بكلماته القيمة فليتفضل مشكورا. السلام عليكم ورحمة الله وبركاته. نريد المترجم إن شاء الله. بسم الله الرحمن الرحيم والصلاة والسلام على سيد المرسلين سيدنا محمد الصادق الوعد الأمين. في هذه الليلة المباركة الجميلة بهذا الحضور الكبير نشكر سماحة المستشار السيد علي الهاشمي ونشكره على عناء السفر والتفضل بحضور هذا الجمع الطيب. وهذه من عاداته أنه دائما سباق للخير مفتاحا ومغلاق للشر، ويده دائما كريمة ووجوده دائما بركة في كل المناسبات. فأنا أتفائل به في كل الأحيان، فإن شاء الله بوجوده لقد تم التبرع لكم ولهذا المركز بالمبلغ الذي تفضل به سماحة المستشار. وكما نشكر الأخ العزيز يوسف علي على همته العالية في أعمال الخيرية، فنحن نقتدي به وإن شاء الله نكون له شركاء في أعمال الخير في المستقبل في أي مكان. فأتمنى في يوم من الأيام أن نرى هذه الأرض كلها يعني لا يوجد بها بقعة خالية من الأعمال الخيرية إن شاء الله منا ومن غيرنا إن شاء الله. كما نشكر على حسن الضيافة الأستاذ العلامة حيدر علي شهاب، فإنه من أصحاب الطول وأصحاب الهمة العالية والعلم الغزير. وكذلك نشكر الأمين العام لهذا المركز الشيخ حمزة. كما نشكر كل الحضور ولا ننسى معالي الوزير على تفضله بحضور هذا الاحتفال.
نشكركم جميعا ونتمنى لكم أن نلتقي إن شاء الله في الأيام القادمة وفي السنوات. والسلام عليكم ورحمة الله. ബഹുനിരായ മുഅ്മിനീങ്ങളെ, സയ്യിദ് അലി അൽ ഹാഷിമി എന്ന് പറയുമ്പോൾ നന്മയുടെ കവാടവും തിന്മ കൊട്ടി അടക്കുന്നതായിരിക്കുന്ന മഹാവ്യക്തിത്വവും എവിടെയും ഹൈറ് ജ്വലിക്കുന്ന ആ വന്യരുടെ കൂടെ ഞാൻ എപ്പോഴും സഹകരിക്കാറുണ്ട്. ധാരാളം യാത്രയുടെ ബുദ്ധിമുട്ടുകൾ താണ്ടിയാണ് അദ്ദേഹം വന്നത്. പക്ഷേ ഈ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത സദസ്സിൽ വന്നപ്പോൾ എല്ലാം പോയി എന്നല്ല വന്യരായ സമാഅത്തുൽ മുസ്തശാർ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തഹ്ഫീദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കാൻ എൻ്റെ വന്യപിതാവിൻ്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്തിരിക്കുകയാണ്. അതേപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും വന്യരായ യൂസുഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹായകരങ്ങൾ കാണാതിരിക്കാൻ സാധ്യമല്ല. അവർക്കെല്ലാവർക്കും അവരുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ ഓഡിറ്റോറിയം പണിയുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ അജയ്യനായ പ്രസിഡന്റ്, നന്മയുടെ ഉടമ, എപ്പോഴും സന്തോഷത്തിൻ്റെ ഉടമ, സന്മാർഗത്തിൻ്റെ പിതാവ് വന്യരായ സീത ഇദർലി ശിഹാബ് തങ്ങളെയും അതേപോലെ ഇതിൻ്റെ സെക്രട്ടറി മറ്റു ഭാരവാഹികളെയും നിങ്ങളെല്ലാവരെയും ആദരപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹു നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. سماحة العلامة الشيخ علي الهاشمي يعلن قيام اتفاقية التعاون العلمي والثقافي بين تنسيق الكليات الإسلامية وبين رابطة الخريجي جامعة الأزهر الشريف المحتوية على فتح فرع للرابطة بجنوب الهند كيرلا، ويتفضل مشكورا بتسليم صورة الاتفاقية لمنسق الكليات الإسلامية. وشكرا. سيد علي الهاشمي അവരുടെ ബഹുമാന്യരായ സമസ്തയുടെ പ്രസിഡന്റ് അനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, ബഹുമാന്യരായ ബദർ ഫാരിസ് അൽ ഹിലാലി, ബഹുമാന്യരായ സാലി അലി അബ്ദുള്ള, ബഹുമാന്യരായ ദത്തൂർ കരീം മലേഷ്യ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ,